മോർണിംഗ്. അങ്ങനെ വീണ്ടും നമ്മൾ എത്തിയില്ലേ. കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ്സൊക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? അതിൻ്റെ അടിയിൽ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ടീച്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഓരോ ദിവസവും കേൾക്കുന്ന ക്ലാസ് അപ്പോൾ തന്നെ പഠിച്ചു പോയിക്കോളൂ, അതായിരിക്കും നന്നാവുക. അല്ലാതെ നമ്മളെല്ലാം കൂടി എടുത്തു വെച്ചാൽ അറിയാലോ, പിന്നെ ടീച്ചർ പറഞ്ഞൊന്നും മക്കളുടെ തലയിൽ അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ളത് ഹൗ ഡു വി പീരിയോഡൈസ് എന്നാണ്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ തന്നെയാണ് വീണ്ടും പറയണത്. ഒരല്പം ഇങ്ങനെ റിപ്പീറ്റേഷൻ ഉള്ള ഒരു ലെസൺ ആണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാ ഇനി നോക്കിക്കോളൂ കേട്ടോ. ഹൗ ഡു വി പീരിയോഡൈസ്. In 1817, James Mill, a Scottish economist and a political philosopher, published a massive 3-volume work, A History of British India. In this, he divided Indian history into 3 periods: Hindu, Muslim, and British. This periodization came to be widely accepted. Can you think of any problem with this way of looking at Indian history? നമ്മളോട് എന്താ അതിനകത്ത് പറയുന്നത് വെച്ചാൽ 1817 ജെയിംസ് മിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോട്ടിഷ് എക്കണോമിസ്റ്റ്, അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഫിലോസഫറാണ്. ടീച്ചർ അതിലെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ഇത് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് കേട്ടോ. അതിൽ അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു മാസീവ് വർക്ക്, മാസീവ് എന്ന് വെച്ചാൽ വളരെ വലിയ ഒരു വർക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരു വോള്യം ആക്കിയിട്ട് അങ്ങനെ തിരിച്ചിട്ട് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിൻ്റെ പേരാണ് എ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. അപ്പോൾ അത് തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ അറിയാലോ വരുന്നത് ഏതാന്ന്. ഓക്കെ, ഇൻ ദിസ് ഹി ഡിവൈഡഡ് ഇന്ത്യൻ ഹിസ്റ്ററി. ഇതിൽ അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ ഹിസ്റ്ററിനെ 3 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഏത് രീതിയിലാണ് നോക്കൂ, ഹിന്ദു, മുസ്ലിം ആൻഡ് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞിട്ട് 3 തരത്തിലാണ് അദ്ദേഹം ഇന്ത്യൻ ഹിസ്റ്ററിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യണത് ശരിയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അതാണ് നമ്മളോട് ചോദിക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ ഹിസ്റ്ററി അങ്ങനെ 3 ആക്കിയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ അടുത്ത പാരഗ്രാഫ് നോക്കൂ. വൈ ഡു വി ട്രൈ ആൻഡ് ഡിവൈഡ് ഹിസ്റ്ററി ഇൻ ടു ഡിഫറെൻറ്റ് പീരിയഡ്സ്? We do so in an attempt to capture the characteristics of a time, its essential features as they appear to us. So the terms through which we periodize, that is, demarcate the difference between periods, become important. They reflect our ideas about the past. They show how we see the significance of the change from one period to the next. ഇതിലെന്താണ് നമ്മളോട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് നമ്മളിങ്ങനെ പീരിയോഡൈസ് ചെയ്യേണ്ടത്? നമ്മളിതിന് മുമ്പേ പറഞ്ഞു അല്ലേ. എന്തിനാണ് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5 പീരിയഡ്സ് ആക്കിയിട്ട് നമ്മൾ ഇന്ത്യയുടെ മുൻപുള്ള കാലഘട്ടങ്ങളെയൊക്കെ നമ്മൾ തിരിക്കുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു 5 പീരിയഡ്സ് എന്ന് ഓർക്കുന്നുണ്ടോ? പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, അതുപോലെ നിയോലിത്തിക്, കാൽക്കോലിത്തിക്, അയേൺ ഏജ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ ഓരോ പീരീഡ് ആക്കി ഡിവൈഡ് ചെയ്തത്? പണ്ടത്തെ കാലം അല്ലെങ്കിൽ പഴയ കാലം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് വിട്ടാൽ പോരെ ഇതിന്? അത് പോരാ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് വെച്ചാൽ, ഹിസ്റ്ററി പഠിക്കുന്ന ആളുകൾക്ക് ഓരോ കാലഘട്ടത്തിലും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഓരോ കാലഘട്ടത്തിനെയും നമ്മളിങ്ങനെ പീരിയഡായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, എന്നാലല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ പീരിയഡൈസ് ചെയ്യുന്നത്. അതായത് ഇന്ന രാജാവിൻ്റെ കാലഘട്ടം, ആ രാജാവ് ആ രാജ്യത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണ കാലഘട്ടം ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെയായിരുന്നു, അങ്ങനെ ഇതിനു മുമ്പ് ടീച്ചർ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് ഇതിനകത്തും പറയണത് കേട്ടോ. പിന്നെ ഇതിനകത്തൊരു പുതിയ വേർഡ് കിടക്കുന്നുണ്ട്, മക്കൾക്ക് അത് മീനിങ് ടീച്ചർ അതിനകത്ത് ഇട്ട് തരാം. ഡിമാർക്കേറ്റ് എന്ന് പറഞ്ഞാൽ, ഡിമാർക്കേറ്റ് എന്ന് വെച്ചാൽ അതിർത്തി നിർണ്ണയിക്കുക. അതായത് ഒരു കാലഘട്ടം അതുപോലെ അടുത്ത കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇത് ഏതുവരെയായിരുന്നു, ഫസ്റ്റ് പീരീഡ് ഏതുവരെയായിരുന്നു, അതിനൊരു ലിമിറ്റ് ഉണ്ടായിരിക്കും അല്ലേ. ആ ലിമിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ അതിനവിടെ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യണം. അതിനാണ് നമ്മൾ ഡിമാർക്കേറ്റ് എന്ന് പറയുന്നത്. അതിർത്തി നിർണ്ണയം എന്നാണ് അതിൻ്റെ മലയാളം മീനിങ് കേട്ടോ. പിന്നത്തെ പാരഗ്രാഫ് പറയുന്നു, മിൽ തോട്ട് ദാറ്റ് ഓൾ ഏഷ്യൻ സൊസൈറ്റീസ് വർ അറ്റ് എ ലോവർ ലെവൽ ഓഫ് സിവിലൈസേഷൻ ദാൻ യൂറോപ്പ്. അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ, നമ്മുടെ ജെയിംസ് മില്ലിൻ്റെ നോട്ടത്തിൽ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞിട്ട്, അല്ലെങ്കിൽ അവരുടെ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞിട്ടുള്ള ഒരു സിവിലൈസേഷനാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവർക്കത് നിസ്സാരമാണ്, വളരെ ഒന്നുമില്ല, അവർക്ക് അതിനെക്കുറിച്ച് ഒരു ഇമ്പ്രഷനും ഇല്ല. അവരുടെ നോട്ടത്തിൽ എന്താണ്? ജെയിംസ് മില്ലിൻ്റെ നോട്ടത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയേക്കാൾ വളരെ വളരെ മുകളിലാണ് യൂറോപ്യൻ സിവിലൈസേഷൻ, അല്ലെങ്കിൽ യൂറോപ്യൻ അവരുടെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് നമ്മളോട്, അക്കോർഡിംഗ് ടു ഹിസ് ടെല്ലിംഗ് ഓഫ് ഹിസ്റ്ററി, ബിഫോർ ദ ബ്രിട്ടീഷ് കെയിം ടു ഇന്ത്യ, ഹിന്ദു ആൻഡ് മുസ്ലിം ഡെസ്പോട്സ് റൂൾ ദ കൺട്രി. അദ്ദേഹം പറയുകയാണ്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിനേക്കാൾ മുൻപ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ തല്ലിപ്പൊളിയായിട്ടൊരു രാജ്യമായിരുന്നു. കാരണം എന്താണ്?
ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെ കൂടിയിട്ട് അവരുടെ സ്വേച്ഛാധിപത്യമായിട്ടുള്ളൊരു ഭരണം, അതിനെയാണ് നമ്മളിവിടെ ഡെസ്പോട്ട് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ പറയണത്. അവരുടെ ഇഷ്ടത്തിൻ്റെ രാജ്യം ഭരിക്കുക, അങ്ങനെ എന്താ പറയുക, താഴ്ന്ന ജാതിക്കാരെയൊക്കെ അടിച്ചമർത്തി അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ഇന്ത്യയിൽ നടപ്പാക്കുക, അങ്ങനെ ഒരു കൺട്രി ആയിരുന്നു ഇന്ത്യ എന്നാണ് നമ്മുടെ ജെയിംസ് മില്ല് പറയുന്നത്, ബ്രിട്ടീഷുകാർ വരുന്നതിനേക്കാൾ മുമ്പ്. അപ്പോൾ ഈ പാരഗ്രാഫിൽ മൊത്തം അദ്ദേഹം പറയുന്നത് ബ്രിട്ടീഷുകാരെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് പറയണത്. അവർ വന്നാലേ ഇന്ത്യക്ക് നല്ലൊരു കൾച്ചർ ഉണ്ടാവുള്ളൂ, ഒരു യൂറോപ്യൻ സ്റ്റൈല് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ശ്രമിക്കുകയാണ്. അങ്ങനെ യൂറോപ്യൻ സ്റ്റൈല് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ത്യൻ കൾച്ചറിനെ അവർ എന്ത് ചെയ്യണം? അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം നമ്മളെ, അല്ലേ? എന്നാലല്ലേ അവരുടെ പോലെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജെയിംസ് മിൽ എന്താണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയിൽ വെച്ചാൽ, ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ അധീനതയിലാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് യൂറോപ്പിൻ്റെ കൾച്ചർ ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. റിലീജിയസ് ഇൻടോളറൻസ്, കാസ്റ്റ് ടാബൂസ് ആൻഡ് സൂപ്പർസ്റ്റിഷ്യസ് പ്രാക്ടീസസ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ അവിടെ ഉണ്ടായിരുന്നത് നോക്കൂ. റിലീജിയസ് ഇൻടോളറൻസ് ഉണ്ടായിരുന്നു, അല്ലേ? ഒരു മതപരമായിട്ട് ഒരു അടിച്ചമർത്തൽ, എൻ്റെ മതമാണ് ഏറ്റവും വലുത്, നിൻ്റെ മതം മോശമാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ശരി. ഇപ്പോൾ ഹിന്ദുസ് പറയും ഞങ്ങളുടെ വേദങ്ങളാണ് ബെസ്റ്റ്, നിങ്ങളുടെ ബുക്കൊന്നും ഒന്നിനും കൊള്ളില്ല. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നു എന്നാണ് പറയണത്. ആരാ പറയണതെന്ന് അറിയോ? നമ്മുടെ ജെയിംസ് മില്ല് കേട്ടോ. പിന്നെ കാസ്റ്റ് ടാബൂസ്. എന്താ കാസ്റ്റ് ടാബൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാസ്റ്റ് ടാബൂസ് എന്താണെന്ന് ടീച്ചർ കറക്റ്റായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ തരുന്നതിൽ ടീച്ചർ തരുന്നുണ്ട്. അതായത് ജാതിയുടെ പേര് പറഞ്ഞിട്ട്, അതായത് ഇപ്പോൾ ഹിന്ദുസിന് കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? അതേപോലെ ക്രിസ്ത്യൻസിനുണ്ട്, അതേപോലെ തന്നെ മുസ്ലിംസിനുണ്ട്. പക്ഷേ ഹിന്ദുസ് പറയും, എന്താ പറയുക, മുസ്ലിംസിൻ്റെയും ക്രിസ്ത്യൻസിൻ്റെയും ആ ആചാരാനുഷ്ഠാനങ്ങൾ അതൊന്നും ശരിയല്ല, അതൊക്കെ മോശം കാര്യങ്ങളാണ്, ഞങ്ങളുടെ കാര്യങ്ങളാണ് നല്ലത്. പക്ഷേ മുസ്ലിംസ് എന്ത് പറയും? ഞങ്ങളെ നോക്കൂ, ഞങ്ങളാണ് ഏറ്റവും നല്ല കാസ്റ്റ്, ഞങ്ങളുടെ ആചാരങ്ങളാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഒരു പിന്നെ മാത്രമല്ല, ഹിന്ദുസിൻ്റെ ഒരു കാര്യങ്ങളിലും മുസ്ലിംസ് പങ്കെടുക്കില്ല, മുസ്ലിംസിൻ്റെ ഒരു കാര്യങ്ങളിലും ഹിന്ദുസും പങ്കെടുക്കില്ല, ബാക്കി കാസ്റ്റ് പങ്കെടുക്കില്ല. അങ്ങനെ താഴ്ന്ന ജാതി, ഉയർന്ന ജാതി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിവേചനം, അതാണ് നമ്മുടെ കാസ്റ്റ് ടാബൂസിൽ നമ്മൾ പറയണത്. അത് മക്കൾക്ക് ടീച്ചർ ക്വസ്റ്റ്യനായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് നോക്കിയിട്ട് അതാ നിങ്ങൾക്ക് ആവശ്യമുണ്ട് തോന്നുകയാണെങ്കിൽ മക്കൾ എഴുതിയെടുത്തോളൂ. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് പറയുന്നത് നമ്മളോട്, ബ്രിട്ടീഷ് റൂൾ മിൽ കുഡ് സിവിലൈസ് ഇന്ത്യ. ടു ഡു ദിസ് ഇറ്റ് വാസ് നെസസറി ടു ഇൻട്രൊഡ്യൂസ് യൂറോപ്യൻ മാനേഴ്സ്, ആർട്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ലോസ് ഇൻ ഇന്ത്യ. Mill in fact suggested that the British should conquer all the territories in India to ensure the enlightenment and happiness of the Indian people, for India was not capable of progress without British help. അപ്പോൾ നമ്മുടെ മില്ലിൻ്റെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം വിചാരിച്ചത് ഇന്ത്യ ഒന്ന് സിവിലൈസ് ചെയ്യണം, ഇന്ത്യക്ക് കുറച്ച് നല്ല കൾച്ചറൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ യൂറോപ്യൻ മാനർ ആണല്ലോ ഏറ്റവും നല്ല സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അവർ വന്നാൽ മാത്രമാണ് ഇന്ത്യക്ക് നല്ലൊരു സിവിലൈസേഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. ടു ഡു ദിസ് ഇറ്റ് വാസ് നെസസറി ടു ഇൻട്രൊഡ്യൂസ് യൂറോപ്യൻ മാനേഴ്സ്. അതുകൊണ്ട് ഇന്ത്യയെ ഒന്ന് സിവിലൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇന്ത്യയിലെ ആളുകൾക്ക് യൂറോപ്യൻ മാനേഴ്സ് എന്താണെന്നുള്ളത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. അത് എങ്ങനെയൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടത്? പല ഇതിലല്ലേ. അപ്പോൾ അവരുടേതായിട്ടുള്ളൊരു രാജാവ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു കിങ് നമ്മുടെ നാട്ടിൽ വന്നാൽ മാത്രമാണ് അവരുടെ സ്റ്റൈലൊക്കെ നമ്മൾ പഠിക്കുള്ളൂ. അതാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. അപ്പോൾ അത് ഏതിലൂടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കണം എന്നാണ് അദ്ദേഹം വിചാരിച്ചത്? യൂറോപ്യൻ മാനേഴ്സ് നമുക്ക് അറിയണം, ആർട്സ് നമ്മളെ പഠിപ്പിക്കണം, അതുപോലെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലോസ്, ഇതൊക്കെ നമുക്ക് അറിയണം. എന്നാൽ മാത്രമാണ് ഇന്ത്യ നല്ലൊരു സിവിലൈസ്ഡ് കൺട്രി എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. പിന്നെ Mill in fact suggested that the British should conquer all the territories in India to ensure the enlightenment and happiness of the Indian people. ഇന്ത്യൻ പീപ്പിളിന് ഒരു എൻലൈറ്റ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ, എന്താ എൻലൈറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ബോധോദയം, അല്ലേ? അവർക്ക് എന്താ പറയുക, ഒരു തിരിച്ചറിവ് അതൊക്കെ ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ സന്തോഷമായിട്ട് അവർ ഇരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണം? ബ്രിട്ടീഷ് ഷുഡ് കോൺക്യൂർ ഓൾ ദ ടെറിട്ടറീസ്. ബ്രിട്ടീഷുകാർ വന്നിട്ട് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും അവർ കോൺക്യൂർ ചെയ്യണം. വാട്ട് ഈസ് കോൺക്യൂറിങ്? പിടിച്ചടക്കുക. ഓക്കെ, അങ്ങനെ വേണമെന്നാണ് മില്ല് വിചാരിച്ചത്. ഫോർ ഇന്ത്യ വാസ് നോട്ട് കേപ്പബിൾ ഓഫ് പ്രോഗ്രസ് വിത്തൗട്ട് ബ്രിട്ടീഷ് ഹെൽപ്പ്. ബ്രിട്ടീഷിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ ഒരിക്കലും ഇന്ത്യക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാവില്ല എന്നും അദ്ദേഹം വിചാരിച്ചു കേട്ടോ.
തുടങ്ങാം. നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായത്? ജെയിംസ് മില്ല് അവരുടെ ഒരു ഹിസ്റ്ററി, അദ്ദേഹം എഴുതിയിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് അങ്ങേര് പറയുന്നത് എന്താ വെച്ചാൽ, ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരെ ഒരു കാഴ്ചപ്പാടിൽ വളരെ മോശമായിട്ടുള്ള ഒരു കൾച്ചറായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ചരിത്രമൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. കാരണം അവിടെ ഒരുപാട് എന്താ പറയുക, ജാതി വ്യവസ്ഥ പോലെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അടിച്ചമർത്തപ്പെട്ട ഒരു ഭരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, ഹിന്ദു മുസ്ലിം, ഇതൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ കുറിച്ചും നമ്മളിവിടെ പറയുന്നുണ്ട്. അതൊക്കെ ജെയിംസ് മില്ലിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പരിധി വരെ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ എന്താ വെച്ചാൽ യൂറോപ്യൻ അല്ലെങ്കിൽ അവരുടെ ഒരു സംസ്കാരമാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് അങ്ങേര് കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് മുഴുവൻ അങ്ങനെയാണ്. അപ്പോൾ അങ്ങേരുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യയെ ഒന്ന് നന്നാക്കി കൊണ്ടുവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ കൾച്ചറൊക്കെ ഒന്ന് ശരിയാക്കി കൊണ്ടുവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരണം. ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യയുടെ കംപ്ലീറ്റ് പ്രദേശങ്ങളും അത് ബ്രിട്ടീഷുകാരുടെ കീഴിലാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ ഒരു നല്ല കൾച്ചർ ഉണ്ടാക്കാൻ പറ്റൂ എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഇൻ ദിസ് ഐഡിയ ഓഫ് ഹിസ്റ്ററി ബ്രിട്ടീഷ് റൂൾ പ്രസൻറ്റഡ് ഓൾ ദ ഫോഴ്സസ് ഓഫ് പ്രോഗ്രസ് ആൻഡ് സിവിലൈസേഷൻ. ദ പീരീഡ് ബിഫോർ ബ്രിട്ടീഷ് റൂൾ വാസ് വൺ ഓഫ് ഡാർക്ക്നെസ്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുൻപ് ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഡാർക്ക്നെസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇരുട്ട് പിടിച്ചിട്ടായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് അത്രയും നല്ല വെളിച്ചമൊക്കെ വന്നത്. ഒക്കെ വെറുതെ പറയുകയാണ്, എന്നാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ഒന്ന് പോയി നോക്കാം, അത്രയേ ഉള്ളൂ. ക്യാൻ സച്ച് എ കൺസെപ്ഷൻ ബി ആക്സെപ്റ്റഡ് ടുഡേ? ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? അത് ഒരിക്കലും ഇല്ല. ഇൻ എനി കേസ് ക്യാൻ വി റെഫർ ടു എനി പീരീഡ് ഓഫ് ഹിസ്റ്ററി ആസ് എ ഹിന്ദു ഓർ മുസ്ലിം? ഡിഡ് നോട്ട് എ വെറൈറ്റി ഓഫ് ഫെയ്ത്ത് എക്സിസ്റ്റ് സൈമിൾട്ടേനിയസ്ലി ഇൻ ദീസ് പീരീഡ്സ്? വൈ ഷുഡ് വി ക്യാരക്ടറൈസ് ആൻ ഏജ് ഓൺലി ത്രൂ ദ റിലീജിയൻ ഓഫ് ദ റൂളേഴ്സ് ഓഫ് ദ ടൈം? ടു ഡു സോ is it to suggest that the lives and practices of the others do not really matter? We should also remember that even rulers in ancient India did not all share the same faith. ഒരു രാജാവ് ഭരിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു ഹിന്ദു രാജാവ്, അല്ലെങ്കിൽ ഒരു മുസ്ലിം രാജാവ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു രാജാവ് ഭരിച്ചിരുന്നു എന്ന് വിചാരിച്ചിട്ട് ആ കാലഘട്ടത്തിനെ എന്തിനാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജാതിയിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലൂടെ നോക്കി കാണുന്നത്? ആ രാജ്യത്ത് ആ സമയത്ത് വേറെയും പല കാസ്റ്റിൽപ്പെട്ട ആളുകളും വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ? പക്ഷെ നമ്മളൊരു പീരീഡ് പറയുന്ന സമയത്ത് ആ രാജാവ്, ഏത് രാജാവാണോ ആ സമയത്ത് രാജ്യം ഭരിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയണത്. അപ്പോൾ എങ്ങനെയാണ് അത് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗം അതായിരുന്നു, വേറെ ആരും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? അപ്പോൾ അങ്ങനെ ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു മുസ്ലിം പീരീഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിനെ വിഭജിക്കാനായിട്ട് സാധിക്കില്ല. അതിനകത്ത് അത്രേ പറയുന്നുള്ളൂ. മൂവിങ് അവേ ഫ്രം ബ്രിട്ടീഷ് ക്ലാസിഫിക്കേഷൻ, ഹിസ്റ്റോറിയൻസ് ഹാവ് യൂഷ്വലി ഡിവൈഡഡ് ഇന്ത്യൻ ഹിസ്റ്ററി ഇൻ ടു ആൻഷ്യൻ, മെഡീവിയൽ ആൻഡ് മോഡേൺ. ഇനി നമുക്ക് ഈ ബ്രിട്ടീഷിൻ്റെ ഇന്ത്യൻ ഹിസ്റ്ററി ഒന്ന് മാറ്റി വയ്ക്കാം, അല്ലേ? നമുക്ക് നമ്മുടെ കാര്യം നോക്കാൻ നമുക്കറിയാം. അപ്പോൾ ഇനി നമ്മുടെ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഹിസ്റ്റോറിയൻസ് എന്താണ് ഇന്ത്യൻ ഹിസ്റ്ററിനെ ചെയ്തത്? 3 കാലഘട്ടങ്ങളായിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യണത്. ഏതൊക്കെയാണ് 3 കാലഘട്ടം? ആൻഷ്യൻ, മെഡീവിയൽ ആൻഡ് മോഡേൺ. ആൻഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുരാതനമായിട്ടുള്ളത്, അല്ലേ? വളരെ പഴയത്, അതാണ് ആൻഷ്യൻ എന്ന് പറഞ്ഞാൽ. പിന്നെ തൊട്ട് പിന്നാലെ വരുന്നു നമുക്ക് മെഡീവിയൽ വരുന്നു. മെഡീവിയൽ എന്ന് പറയുമ്പോഴോ മധ്യകാലഘട്ടം, നടുവിലുള്ളത്. ആൻഷ്യൻ്റ് എന്ന് പോകുന്നു, എന്നാൽ നമ്മൾ മോഡേണിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ മിഡിലുള്ളൊരു അതിനെ നമ്മൾ മെഡീവിയൽ എന്ന് പറയാം. കുറച്ചും കൂടെ കഴിയുമ്പോൾ പിന്നെ ഏത് പീരീഡാണ് വരുന്നത്? മോഡേൺ പീരീഡ്, അല്ലേ? നമ്മളിതാ ഇപ്പോൾ കാണുന്ന ഈ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. ദിസ് ഡിവിഷൻ ടു ഹാസ് ഇറ്റ്സ് പ്രോബ്ലംസ്. പക്ഷേ ഇങ്ങനെ ഡിവിഷൻ ചെയ്തപ്പോഴും അതിനും അതിൻ്റേതായിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ പീരിയോഡൈസേഷൻ ദാറ്റ് ഈസ് ബോറോഡ് ഫ്രം ദ വെസ്റ്റ്, where the modern period was associated with the growth of all the forces of modernity, science, reason, democracy, liberty and equality. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ ഒരു മോഡേൺ യുഗം എന്ന് പറയുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ആൻഷ്യൻ പീരീഡ് നോക്കുകയാണ്. ആൻഷ്യൻ പീരീഡിൽ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലേ? കാൽക്കോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, അങ്ങനെ കുറേ കാലഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പീരീഡിൽ നിന്ന് ഇങ്ങനെ മാറ്റം വന്ന് മനുഷ്യൻ ഇന്ന് കാണുന്ന ഈ മോഡേൺ ലെവലിലേക്ക് നിൽക്കുമ്പോൾ അവിടെയും കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു മോഡേൺ പീരീഡിനെ നമുക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു മെഡീവിയൽ പീരീഡിനെ നമുക്ക് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കുക? മെഡീവിയൽ പീരീഡ് എന്ന് പറയുന്ന സമയത്ത് അതിൽ മോഡേൺ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ മെഡീവിയൽ പീരീഡ് എന്ന് പറയുന്നത്. എന്നാൽ അത് ആൻഷ്യൻ പീരീഡ് ആണോ? അല്ല, അത്രയും പ്രാകൃതമായിട്ടുള്ളൊരു കാലഘട്ടം അല്ല അത്. അവിടുന്ന് കുറച്ചും കൂടിയൊക്കെ മാറ്റം വന്നിരിക്കുന്നു.
അങ്ങനെയുള്ള കാലഘട്ടമാണ് നമുക്ക് മെഡീവിയൽ പീരീഡ്. മോഡേൺ പീരീഡിലേക്ക് വരുന്ന സമയത്ത് ശാസ്ത്രം വളരെയധികം വളരെയാണ് ചെയ്യണത്. സയൻസ് ടെക്നോളജിയൊക്കെ ഒരുപാട് മാറ്റം വന്നു. അതുപോലെ ഓരോ മേഖലകളിലും വലിയ വലിയ മാറ്റങ്ങളാണ് നമുക്ക് മോഡേണിൽ കാണാനായിട്ട് സാധിക്കുക. അതിനകത്ത് കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് വരുന്നില്ല, ഒരു 1 വേർഡ് പോലുള്ളതേ വരുന്നുള്ളൂ. ടീച്ചർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടീച്ചർ അത് എഴുതിയിടാം കേട്ടോ. അതേപോലെ പിന്നെ പറയുന്നുണ്ട് നോർ വാസ് ദ പീരീഡ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് പ്രോഗ്രസ് എന്ന്. അവിടെയാണ് നമുക്ക് ഇത് അവസാനിക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലെ സകല പ്രദേശങ്ങളും അവരുടെ കയ്യിലായി കഴിഞ്ഞു. എങ്ങനെയാണ് സകല പ്രദേശങ്ങളും കയ്യിലായത്? ഇന്ത്യയുടെ മാപ്പ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് പറയുന്നുണ്ട് അല്ലേ, ഇന്ത്യയുടെ മാപ്പ് അവർ തയ്യാറാക്കാൻ എങ്ങനെയാണ് അവരത് തയ്യാറാക്കിയത്? ഇന്ത്യയെക്കുറിച്ച് അറിയാവുന്ന സകല കാര്യങ്ങളും അവർ റെക്കോർഡ്സൊക്കെ അവർ കളക്ട് ചെയ്യുകയാണ് ഇന്ത്യക്കാരുടെ കയ്യിൽ നിന്ന്. എന്നിട്ടാണ് അവർ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു മാപ്പ് അവർ തയ്യാറാക്കുന്നത്. അങ്ങനെ ആ മാപ്പ് വെച്ചിട്ട് ബ്രിട്ടീഷുകാരെ ഇന്ത്യയെ കംപ്ലീറ്റ് അങ്ങോട്ട് പിടിച്ചടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിടിച്ചടക്കിയപ്പോഴോ നമ്മുടെ ജെയിംസ് മിൽ പറഞ്ഞ പോലെ നമുക്ക് എല്ലാം നല്ല സിവിലൈസേഷനൊക്കെ ആയിട്ടാണോ നമുക്ക് തിരിച്ചു കിട്ടിയത്? ഒരിക്കലും അല്ല. അപ്പം നമുക്ക് എന്തായിരുന്നു അനുഭവിക്കേണ്ടി വന്നത്? ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അതായത് നമുക്ക് എന്താ പറയുക, സമത്വമില്ല, സ്വാതന്ത്ര്യമില്ല. അവിടെയും ഇതുപോലെ കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ വന്നു. അങ്ങനെ വന്നിട്ട് ഒരു ഇന്ത്യയെ സംബന്ധിച്ച് ഒരു എക്കണോമിക് ഗ്രോത്തോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ്സോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ നമ്മളെ വെച്ചിട്ട് ആരാണ് ശരിക്കും മുതലെടുത്തത്? ബ്രിട്ടീഷുകാരായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരുപാട് റിസോഴ്സസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അതിലൊക്കെ കണ്ണു വെച്ചിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെനി ഹിസ്റ്റോറിയൻസ് ദെർഫോർ റെഫർ ടു ദിസ് പീരീഡ് ആസ് എ കൊളോണിയൽ പീരീഡ്. അപ്പോൾ ഒരുപാട് ഹിസ്റ്റോറിയൻസ് ഈ ഒരു കാലഘട്ടത്തിനെ, ഏത് കാലഘട്ടത്തിനെ? ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യ പിടിച്ചടക്കിയിട്ടുള്ള ആ കാലഘട്ടത്തിനെ കൊളോണിയൽ പീരീഡ് എന്നുള്ള പേരിലാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഹിസ്റ്ററിയിൽ. എന്താണ് കൊളോണിയൽ പീരീഡ് എന്നുള്ളത് നമുക്ക് പിന്നാലെ നോക്കാം. ഓക്കെ, വാട്ട് ഈസ് എ കൊളോണിയൽ? പിന്നത്തെ പാരഗ്രാഫ് അതാണ്. ഇൻ ദിസ് ബുക്ക് യു വിൽ റീഡ് അബൌട്ട് ദ വേ ദ ബ്രിട്ടീഷ് കെയിം ടു കോൺക്യൂർ ദ കൺട്രി ആൻഡ് എസ്റ്റാബ്ലിഷ് ദെയർ റൂൾ. നിങ്ങളിതിന് മുമ്പ് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിട്ടുണ്ടായിരിക്കും. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നു, ഇന്ത്യ പിടിച്ചടക്കി. ഈ പറഞ്ഞതൊക്കെ തന്നെ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സബ്ജുഗേറ്റിംഗ് ലോക്കൽ നവാബ്സ് ആൻഡ് രാജാസ്. വാട്ട് ഈസ് സബ്ജുഗേറ്റിംഗ്? കീഴടക്കുക, പിടിച്ചടക്കുക, അധീനപ്പെടുത്തുക, അതായത് മറ്റൊരാളുടെ കീഴിലേക്ക് കൊണ്ടുവരിക. അതിനാണ് നമ്മൾ സബ്ജുഗേറ്റിംഗ് എന്ന് പറയുന്നത്. ലോക്കൽ നവാബ്സിനെയും രാജാസിൻ്റെയും ഒക്കെ കീഴിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരെയൊക്കെ അടിച്ചമർത്തിയിട്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം കംപ്ലീറ്റ് അങ്ങോട്ട് അവരുടെ കയ്യിലേക്കാക്കി. യു വിൽ സീ ഹൗ ദേ എസ്റ്റാബ്ലിഷ്ഡ് കൺട്രോൾ ഓവർ ദ എക്കണോമി ആൻഡ് സൊസൈറ്റി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി വരുന്ന ലെസണിലൊക്കെ കാണാൻ പറ്റും അവരെങ്ങനെയാണ് നമ്മുടെ സാമ്പത്തിക മേഖലയെ അതുപോലെ നമ്മുടെ സൊസൈറ്റിയെ എങ്ങനെയാണ് അവർ കീഴ്പ്പെടുത്തിയത് നമുക്ക് കാണാൻ പറ്റും. കളക്റ്റഡ് റവന്യൂ ടു മീറ്റ് ഓൾ ദെയർ എക്സ്പെൻസസ്. പിന്നെ അവരെന്താ ചെയ്തത്? അവരുടെ ചിലവൊക്കെ നടത്തി പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് മാക്സിമം ടാക്സ് അവർ പിരിച്ചെടുക്കാൻ തുടങ്ങി. bought the goods they wanted at low price. നമ്മുടെ നാട്ടിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അത് വളരെ നിസ്സാര വിലയ്ക്ക് അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി. എന്നിട്ട് അവർ എന്ത് ചെയ്യും? അവർ അവരുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നത് റോ മെറ്റീരിയൽസ് ആണ്. എന്താ റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ? അസംസ്കൃത വസ്തുക്കൾ. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ. ഇപ്പോൾ ക്ലോത്ത് എന്ന് വിചാരിക്കൂ. ക്ലോത്ത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്താ വേണ്ടത് നമുക്കറിയാം അല്ലേ? എന്താ വേണ്ടത്? നമ്മുടെ കോട്ടൺ വേണം നമുക്ക്. അപ്പോൾ ആ കോട്ടൺ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ ഇന്ത്യയിൽ ഒരുപാട് വളരെ നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു സാധനമാണ് കോട്ടൺ. അപ്പോൾ അവരെന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ നിന്ന് കോട്ടൺ അവർ വളരെ ചെറിയ വിലയ്ക്ക് വാങ്ങും, നിസ്സാര വിലയ്ക്ക് വാങ്ങും. വാങ്ങിയിട്ട് അവരുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അത് വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആക്കി മാറ്റും. എന്നിട്ട് അവർ അവിടെ കൊടുക്കുകയല്ല ചെയ്യണത്, അവർ നേരെ തിരിച്ച് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് വലിയ വിലയ്ക്ക്, കൊള്ള വിലയ്ക്ക് എന്ന് തന്നെ പറഞ്ഞ പോലെ ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കും. മനസ്സിലായോ? അതാണ് അവർ ചെയ്തിരുന്നത്. പ്രൊഡ്യൂസർ ക്രോപ്സ് ദേ നീഡഡ് ഫോർ എക്സ്പോർട്ട്. ഇനി അടുത്ത കാര്യം എന്തായിരുന്നു? നമുക്ക് നമ്മുടെ പാടങ്ങളിൽ നമ്മൾ കൃഷി ചെയ്തിരുന്നത്, ഇന്ത്യൻസ് കൃഷി ചെയ്തിരുന്നത് നമുക്ക് ആവശ്യമുള്ള ഫുഡ് പ്രോഡക്ട്സ് ആയിരുന്നു, ക്രോപ്സ് ആയിരുന്നു. പക്ഷെ അവർ വന്നപ്പോൾ എന്താ പറഞ്ഞത് നമ്മളോട്? ഇനി ഈ കാര്യങ്ങളൊന്നും ഇവിടെ കൃഷി ചെയ്യേണ്ട, ഞങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നിങ്ങൾ കൃഷി ചെയ്താൽ മതി. അപ്പോൾ അവർ നമ്മുടെ പാടങ്ങൾ, നമ്മുടെ കൃഷി ചെയ്യുന്ന രീതി പോലും അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റേണ്ടതായിട്ട് വന്നു. അടുത്തത് പറഞ്ഞു, യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ചേഞ്ചസ് ദാറ്റ് കെയിം അബൌട്ട് ആസ് എ കോൺസിക്വൻസ്. യു വിൽ ഓൾസോ കം ടു നോ അബൌട്ട് ദ ചേഞ്ചസ് ബ്രിട്ടീഷ് റൂൾ ബ്രോഡ് അബൌട്ട് ഇൻ വാല്യൂസ്, ടേസ്റ്റ്, കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ്. പതുക്കെ അവരുടെ ആചാരങ്ങൾ, അവരുടെ അനുഷ്ഠാനങ്ങൾ, അവർ പറയുന്ന പോലെ ജീവിക്കാൻ പാടുള്ളൂ, അവർ പറയുന്ന ഭക്ഷണമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ അത് നമുക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി നമുക്ക് ഇല്ലെങ്കിലോ പട്ടിണി കടന്നോളുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല അവിടെ. When the subjugation of one country by another leads to these kinds of political, economic, social and cultural changes, we refer to the process as colonization.
അവിടെയാണ് നമുക്ക് പറയേണ്ടത്. അതാണ് മെയിൻ പോയിന്റ് നമ്മുടെ. അതൊന്ന് മാർക്ക് ചെയ്യൂ കേട്ടോ. എപ്പോഴാണോ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേലെ ആ രാജ്യത്തിനെ കീഴ്പ്പെടുത്തുന്നത്, ഏത് തരത്തിലാണ് കീഴ്പ്പെടുത്തുക നോക്കൂ. സാമ്പത്തികപരമായിട്ട്, അതുപോലെ രാഷ്ട്രീയപരമായിട്ട്, സാമൂഹികപരമായിട്ട്, സാംസ്കാരികപരമായിട്ട്, ഇങ്ങനെയുള്ള മാറ്റങ്ങൾ മറ്റൊരു രാജ്യത്തിൻ്റെ അവർ കൊണ്ടുവന്നിട്ട് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. നമ്മുടെ കംപ്ലീറ്റ് കൺട്രോൾ അവർ പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കൊളനൈസേഷൻ എന്ന് പറയുക. ഓക്കെ. ഇനി യു വിൽ however find that all classes and groups did not experience these changes in the same way. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ അടിമത്തം അനുഭവിച്ചു പോരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ എല്ലാ കാലത്തും ഒരേപോലെയുള്ള എക്സ്പീരിയൻസ് ആണോ അവർക്കുണ്ടായിട്ടുണ്ടായിരിക്കുക? ഒരേ കാര്യങ്ങളായിരിക്കുമോ അവരനുഭവിച്ചിട്ടുണ്ടായിരിക്കുക? അല്ല. അപ്പോൾ ഓരോ കാലഘട്ടത്തിലുമുള്ള ആളുകൾ ഓരോ തരത്തിലുള്ള ഫീലിങ്സ് ആയിരിക്കും അവർ അനുഭവിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആൻഷ്യൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെഡീവിയൽ, മോഡേൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പീരീഡുകൾ ഉണ്ടായിരുന്നു. അതിന് മുൻപ് ടീച്ചർ നേരത്തെ പറഞ്ഞു പിന്നെ ശിലായുഗം, അതുപോലെ പിന്നെ അങ്ങനെയുള്ള കുറേ 5 ടേംസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ജീവിച്ചിരുന്ന ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന ആളുകൾക്ക് ഓരോ തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലേ? ഒരേപോലുള്ള അനുഭവങ്ങളായിരിക്കില്ല. അതുകൊണ്ടാണ് ഈ ബുക്കിനെ നമ്മൾ അവർ പാസ്റ്റ് എന്നുള്ളതിന് പകരം അവർ പാസ്റ്റ് എന്നാക്കുന്നത്, അതായത് പ്ലൂറൽ ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അതായത് ഒരു ഭൂതകാലമല്ല, ഒരുപാട് ഭൂതകാലങ്ങളാണ് നമ്മുടെ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു പേര് ഈ ലെസണ് കൊടുക്കേണ്ടി വരുന്നത്. അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തോളൂ. ടീച്ചർ താഴെ ക്വസ്റ്റ്യൻ തരുന്നതിൽ മക്കൾക്ക് കിട്ടുതരാം കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വന്നു. ഹൗ ഡു വി നോ? നോക്കി നോക്കൂ. വാട്ട് സോഴ്സസ് ഡു ഹിസ്റ്റോറിയൻസ് യൂസ് ഇൻ റൈറ്റിംഗ് അബൌട്ട് ദ ലാസ്റ്റ് 250 years ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി? നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട് അല്ലേ, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമൊക്കെ എങ്ങനെയാണ് ഈ ഹിസ്റ്റോറിയൻസിന് അറിയാൻ പറ്റണത്? അവരെങ്ങനെയാണ് അതൊക്കെ എഴുതി നമുക്കിങ്ങനെ പറഞ്ഞു തരാനായിട്ട് അവർക്ക് സാധിക്കണത്? അതെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടുള്ള ആളുകൾ, അതായത് ബ്രിട്ടീഷ് ഭരണകാലം തൊട്ടേ അല്ലെങ്കിൽ അതിൻ്റെ മുൻപ് തൊട്ടേ ഉള്ള സമയത്തൊക്കെ ആളുകൾ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കാലിഗ്രഫി എന്ന് പറഞ്ഞിട്ടൊരു റൈറ്റിംഗ് സ്റ്റൈലുണ്ട്. കാലിഗ്രഫി മക്കൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് നെറ്റിലൊക്കെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനൊക്കെ പറ്റും കാലിഗ്രഫി എന്താണെന്നല്ലേ. നല്ല ഭംഗിയുള്ള ലെറ്റേഴ്സിൽ ഇങ്ങനെ എഴുതുന്ന ഒരു രീതി. അതിൽ കംപ്ലീറ്റ് റെക്കോർഡ്സും ഇന്ത്യയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ എഴുതി സൂക്ഷിച്ചിരുന്നു. അന്നൊന്നും പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സോഴ്സൊന്നും നമ്മുടെ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കത് അറിയില്ല. അപ്പോൾ ആ സമയത്ത് അവരെന്താ ചെയ്തിരുന്നത്? അവർ കൈകൊണ്ട് എഴുതി അവർ റെക്കോർഡ് സൂക്ഷിക്കുമായിരുന്നു, അല്ലേ? ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അതിനകത്ത് പറയേണ്ട വില്ലേജ് ഓഫീസിൽ, അതുപോലെ ഓരോ ഓഫീസുകളിലൊക്കെ ചെല്ലണ സമയത്ത് അവിടെ ഒരു റെക്കോർഡ് റൂം ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ തന്നെ ഉണ്ട്, അല്ലേ? ഓരോ ഇയറിൽ പഠിച്ചു പോയ കുട്ടികൾ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്ന റെക്കോർഡായിട്ട് വെച്ചിട്ടുള്ള കുറേ ബുക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള റൂമുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എപ്പോഴും വളരെ നീറ്റായിട്ട് സൂക്ഷിച്ച് വെക്കുന്നത് കൊണ്ട് അതിന് ശേഷം വരുന്ന ആളുകൾക്ക് ആ റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇയറിലും എന്താണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഓരോ ഇയറിലും ഏതൊക്കെ കുട്ടികളാണ് ആ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയിട്ടുള്ളത്, ഓരോരുത്തരും എന്നാണ് അവിടുന്ന് പാസ് ഔട്ട്, ഇതൊക്കെ നമുക്ക് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെയാണ് ഹിസ്റ്ററിയുടെ കാര്യം. ഓരോ ഇയറിലും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ബ്രിട്ടീഷുകാരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ വളരെ കൃത്യമായിട്ട് കാര്യം നമ്മളെ പിടിച്ചടക്കി വെച്ചു, അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാലും ഈ റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യണ കാര്യത്തിലും, അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഓരോ മോണ്യുമെൻറ്റും അവർ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ അവർ വളരെ അത്രയും ക്ലീൻ ആയിട്ടുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അന്നത്തെ കാലത്തുള്ള ഹിസ്റ്ററി എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അവർ വളരെ നീറ്റായിട്ടുള്ള റെക്കോർഡുകളാക്കിയിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷൻ പ്രൊഡ്യൂസ് റെക്കോർഡ്സ്. നോക്കൂ, one important source is the official records of the British administration. The British believed that the act of writing was important. Every instruction, plan, policy, decision, agreement, investigation had to be clearly written up. അവർ എന്തൊക്കെയാണ് വളരെ ക്ലീൻ ആയിട്ട് വെച്ചിരിക്കുന്നത് നോക്കൂ. ഓരോ ഇൻസ്ട്രക്ഷനും ഓരോ പോളിസിയും അതുപോലെ അവരെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും എല്ലാ കാര്യങ്ങളും അവർ വളരെ ക്ലീൻ ആയിട്ട് അവർ റെക്കോർഡായിട്ട് അവർ സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ റെക്കോർഡായിട്ട് സൂക്ഷിച്ചു വെച്ചതുകൊണ്ട് ഇന്നിപ്പോൾ നമുക്കതൊക്കെ നോക്കിയിട്ട് ഓരോ കാലഘട്ടത്തിലും എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. This conviction produced an administrative culture of memos, notings and reports. The British also felt that all important documents and letters needed to be
കെയർഫുള്ളി പ്രിസർവ്ഡ്. ബ്രിട്ടീഷുകാർക്ക് തോന്നി എന്താണ്, ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും വളരെ കെയർഫുള്ളായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ് അവർക്ക് തോന്നി. സോ ദേ സെറ്റ് അപ്പ് റെക്കോർഡ് റൂംസ് അറ്റാച്ച്ഡ് ടു ഓൾ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓരോ ഭരണസിരാ കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസസിലും അവരൊരു സ്പെഷ്യൽ റൂം തന്നെ ഇതിനോട് കൂടിയിട്ട് അവരുണ്ടാക്കുകയാണ്, ഈ ഓഫീസിനോട് ചേർന്നിട്ട്. എന്തിനാണ് അത് ഉണ്ടാക്കുന്നത്? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സ് എല്ലാം വളരെ ക്ലീൻ ആയിട്ട് അവർക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. The village Tahsildar's office, the collectorate, the commissioner's office, the provincial secretariats, the law courts all had their record rooms. Specialized institutions like archives and museums were also established to preserve important records. അപ്പോൾ അന്നത്തെ കാലത്തുള്ള വളരെ പുരാതനമായിട്ടുള്ള രേഖകളും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമുക്ക് ഇന്ന് എവിടെ പോകണം? നമ്മൾ ഏതെങ്കിലും മ്യൂസിയത്തിൽ നമ്മൾ പോകണം. അപ്പോൾ അന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു കുറച്ച് നാൾ മുൻപ് ഈ ലോക്ക്ഡൗൺ ഒക്കെ വരുന്നതിനൊക്കെ മുമ്പ്, കൊറോണയുടെ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു എക്സിബിഷനുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ആ എക്സിബിഷനൊക്കെ നടത്തുന്ന സമയത്ത് അതിൽ ഹിസ്റ്ററിയുടെ എക്സിബിഷനൊക്കെ വരുന്ന സമയത്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കും ഗാന്ധിജിയുടെ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ചില ലെറ്റേഴ്സുകൾ, പിന്നെ അദ്ദേഹം ചില ബുക്കുകളിലൊക്കെ സൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഗാന്ധിജിയെക്കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാച്ചാലും അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ചൊന്നും നമുക്ക് അറിയില്ല അല്ലേ. പക്ഷേ വലിയ ഭംഗിയൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ കോറി എഴുതുന്ന പോലുള്ള ഹാൻഡ് റൈറ്റിംഗാണ്. മക്കൾ എഴുതുന്ന പോലെ ഇങ്ങനെ 2 ലൈൻ കോപ്പിയൊന്നും എഴുതിയിട്ടുള്ള ആളൊന്നും അല്ല തോന്നുന്നുണ്ട്. വല്ലാത്തൊരു ഹാൻഡ് റൈറ്റിംഗാണ്, വായിക്കണമെങ്കിൽ ഗാന്ധിജി തന്നെ വരണം, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് നമ്മുടെ മ്യൂസിയങ്ങളിൽ, ആർക്കൈവ്സിലൊക്കെയാണ്. പിന്നെ അതേപോലെ അന്നത്തെ കാലത്തുള്ള ഈ ഓരോ ഇപ്പോൾ റെക്കോർഡിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ച് വെക്കും. ഇനി പറയുന്നത്, ഇൻ ദ ഏർലി ഇയേഴ്സ് ഓഫ് ദ 19th century ദീസ് ഡോക്യുമെന്റ്സ് വർ കെയർഫുള്ളി കോപ്പീഡ് ഔട്ട് ആൻഡ് ബ്യൂട്ടിഫുള്ളി റിട്ടൺ ബൈ കാലിഗ്രാഫിസ്റ്റ്. ടീച്ചർ നേരത്തെ പറഞ്ഞു അല്ലേ, കാലിഗ്രഫി എന്നുള്ള എഴുതുന്ന ഒരു രീതി നിങ്ങൾക്ക് പലർക്കും അത് എഴുതാനൊക്കെ അറിയായിരിക്കും കേട്ടോ. ദാറ്റ് ഈസ് ബൈ ദോസ് ഹൂ സ്പെഷ്യലൈസ്ഡ് ഇൻ ദ ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ റൈറ്റിംഗ്. നല്ല ഭംഗിയാണ് അങ്ങനെ എഴുതണ കാണാനായിട്ട്. അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് പല റെക്കോർഡ്സും ബ്രിട്ടീഷിൻ്റെ കാലത്ത്, അതായത് ഒരു 19th സെഞ്ച്വറിയുടെ തുടക്കത്തിൽ, 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അങ്ങനെയാണ് റെക്കോർഡുകളൊക്കെ ബ്രിട്ടീഷുകാർ സൂക്ഷിച്ചു വെച്ചിരുന്നത്. By those who specialize in the art of beautiful writings by the middle of the 19th century. ഇനി 19ാം നൂറ്റാണ്ടിൻ്റെ മിഡിലേക്ക് എത്തിയപ്പോഴോ, with the spread of printing, multiple copies of these records were printed as proceedings of each government department. 19ാം നൂറ്റാണ്ടിൻ്റെ പകുതിയൊക്കെ എത്തിയപ്പോഴത്തേക്കും ആര് വന്നു? നമ്മുടെ പ്രിൻറ്റിങ് മെഷീൻ എത്തി അല്ലേ. പിന്നെ സുഖമാണ്, പിന്നെ കാലിഗ്രഫിയൊക്കെ ആർക്ക് വേണം, അതിനകത്ത് വെച്ച് കൊടുക്കുക, അടിച്ചങ്ങോട്ട് ഇറക്കുക കോപ്പീസ് അല്ലേ. അങ്ങനെ ഒരുപാട് കോപ്പീസ് ആ റെക്കോർഡ്സിൻ്റെ ഒക്കെ വരാൻ തുടങ്ങി. അതാ ഓരോ ഡിവിഷനുമായി ബന്ധപ്പെട്ട ഓഫീസുകളിൽ അതൊക്കെ വളരെ നീറ്റായിട്ട് സൂക്ഷിക്കാനും തുടങ്ങി. ഇതാ മക്കളുടെ ഒരു പിക്ചർ കാണാം, നോക്കൂ. ദ നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ കെയിം അപ്പ് ഇൻ ദ 1920s. 1920 ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു നാഷണൽ ആർക്കൈവാണ്, അതിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും അവിടെ ഇതുപോലുള്ള റെക്കോർഡ്സുകളും മോണ്യുമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തത് നമ്മൾ പോണത് സർവേസ് ബിക്കം ഇമ്പോർട്ടൻ്റ് എന്നാണ്. അപ്പോൾ ടീച്ചർ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ടീച്ചർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ട്, ഏതെങ്കിലും വായിച്ചിട്ട് മനസ്സിലാവണില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ എൻ്റെ മെയിൽ ഐ.ഡിയിൽ ടീച്ചറോട് ചോദിച്ചോളൂ, ടീച്ചർ എത്രയും പെട്ടെന്ന് ആൻസർ തരാം. ഓക്കെ, അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വേഗം കാണാം. അങ്ങനെ ഇതാ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് എത്തി. നമ്മൾ കുറച്ചും കൂടിയുള്ളൂ ഇനി പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ ഇതുവരെ എടുത്ത കാര്യങ്ങളും അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചർ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം കേട്ടോ. സർവേസ് ബിക്കം ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്നത് സർവേകളെ കുറിച്ചായിരുന്നു അല്ലേ. അതിൻ്റെ റെക്കോർഡുകളൊക്കെ അവർ വളരെ ക്ലീനായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്, ഓരോ ഓഫീസിൻ്റെയും അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള റൂമുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി എങ്ങനെയാണ് ഈ സർവേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആവണത്? ഈ സർവേ നടത്തുന്നത് കൊണ്ട് എന്ത് ഗുണമുള്ളത് നമുക്ക് നോക്കൂ. The practice of surveying also became common under the colonial administration. The British believed that a country had to be properly known before it could be effectively administrated. ഒരു രാജ്യം വളരെ ഭംഗിയായിട്ട് അതിന് ഭരണമൊക്കെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ടീച്ചർ നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ആ രാജ്യത്തിൻ്റെ ഈച്ച് ആൻഡ് എവറിത്തിങ്
അല്ലേ? ഓരോ മുക്കും മൂലയും കുറിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഒരു രാജ്യത്ത് നല്ലൊരു ഭരണം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ബ്രിട്ടീഷുകാരും ഇവിടെ അത് തന്നെയാണ് ചെയ്തത്. ബ്രിട്ടീഷ് ബിലീവ് ദാറ്റ് എ കൺട്രി ഹാഡ് ടു ബി പ്രോപ്പർലി നോൺ ബിഫോർ ഇറ്റ് കുഡ് ബി എഫക്റ്റീവ്ലി അഡ്മിനിസ്ട്രേറ്റഡ്. അത് നന്നായിട്ട് ഭരണം നടത്തിക്കൊണ്ട് പോകണമെന്ന് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അടുത്ത പാരഗ്രാഫ് നോക്കിക്കോളൂ. ബൈ ദ ഏർലി 19th century, detailed surveys were being carried out to map the entire country. 19th centuryക്കൊക്കെ മുൻപ്, വളരെ മുൻപത്തെ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ബൈ ദ ഏർലി 19th century, detailed surveys were being carried out to map the entire country. In the villages, revenue surveys were conducted. The effort was to know the topography, the soil quality, the flora and the fauna, the local histories and the cropping pattern, all the facts seen as necessary to know about the administrator, the region. From the end of the 19th century, census operations were held every 10 years. These prepared detailed records of the number of people in all the provinces of India, noting information on caste, religions and occupation. There were many other surveys: botanical surveys, zoological surveys, archaeological surveys, anthropological surveys and forest surveys. അപ്പോൾ ഈ പാരഗ്രാഫിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലുള്ള ആളുകൾ എത്ര പേരുണ്ട്, ഏതൊക്കെ വിഭാഗത്തിൽ, ഏതൊക്കെ ജാതിയിൽപ്പെട്ട ആളുകളാണ്, അവിടെ ഏതൊക്കെ തരത്തിലുള്ള കൃഷിയാണ് ചെയ്യുന്നത്, എത്രത്തോളം കൃഷി സ്ഥലങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ. പിന്നെ ആ പ്രദേശത്തുള്ള ഫ്ലോറ ആൻഡ് ഫൂണ, അത് നമ്മൾ മുമ്പ് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സസ്യ ജന്തുജാലങ്ങൾ എന്നൊക്കെ പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഫ്ലോറ ആൻഡ് ഫൂണ എന്ന് വെച്ചാൽ സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അവിടുത്തെ ലോക്കൽ ഹിസ്റ്ററി എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് സർവേ നടത്തുന്നുണ്ട്. അതേപോലെ ക്രോപ്പിംഗ് പാറ്റേൺ, ഏതൊക്കെ സമയത്താണ് അവർ പാടത്ത് വിത്തിറക്കുന്നത്, ഏതൊക്കെ സമയത്താണ് അവർ വിളവെടുക്കുക, ഒരു പ്രാവശ്യം തന്നെ എത്ര തരത്തിലുള്ള കൃഷികൾ അവിടെ നടപ്പാക്കുന്നുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മുടെ ഇതുപോലുള്ള സർവീസ് മാത്രമല്ല നടത്തുക. പിന്നെ ഏതൊക്കെ തരത്തിലുള്ള സർവീസ് ആണ് അവിടെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൊട്ടാനിക്കൽ സർവേ ചെയ്യും അവർ, സുവോളജിക്കൽ സർവീസ് ഉണ്ട്, ആർക്കിയോളജിക്കൽ സർവേ, ആന്ത്രോപോളജിക്കൽ സർവേ ആൻഡ് ഫോറസ്റ്റ് സർവേ. ഇതൊക്കെ നടത്തുമ്പോൾ അതാത് മേഖലകളുമായി ബന്ധപ്പെട്ട സകല ഡീറ്റെയിൽസും അവർക്ക് കിട്ടും. പിന്നെ പറയുന്നു, വാട്ട് ഒഫീഷ്യൽ റെക്കോർഡ്സ് ഡു നോട്ട് ടെൽ. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒഫീഷ്യൽ റെക്കോർഡ്സ് പറയാത്ത കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് നമ്മൾ പറയാത്ത കാര്യങ്ങൾ എന്ന് പറയണത്? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പറയുന്നൊരു കാര്യം നോക്കൂ. ഫ്രം ദിസ് വേഴ്സ് കോർപ്പസ് ഓഫ് റെക്കോർഡ്സ് വി ക്യാൻ ഗെറ്റ് ടു നോ എ ലോട്ട്. കോർപ്പസ് ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ്സിൻ്റെ ഒരു കൂട്ടം. ഈ ഒഫീഷ്യൽസ് ആണ് ഈ സർവീസ് ഒക്കെ നടത്തുക, അല്ലാതെ സാധാരണക്കാരല്ല, അല്ലേ? സർവേ ഒക്കെ നടത്തുന്നത് നമ്മളെ പോലത്തെ സാധാരണ ആളുകളല്ല, ഒഫീഷ്യൽസ് ആണ് സർവേ നടത്തുക. അങ്ങനെ സർവേ നടത്തി കിട്ടുന്ന റെക്കോർഡുകളിൽ എന്തായിരിക്കും ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരിക്കുക? ഒരു മിനിമം കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് ഉണ്ടായിരിക്കുക. അതേ സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ പച്ചയായിട്ടുള്ള ഒരു ജീവിതത്തിനെ കുറിച്ചോ ഒന്നും അതിനകത്ത് ഉണ്ടായിരിക്കില്ല. അതാണ് നമ്മളോട് ഈ പാരഗ്രാഫിൽ പറയണത്. പാരഗ്രാഫ് ഒന്ന് നോക്കിക്കോളൂ. From this vast corpus of records, we can get to know a lot. But we must remember that these are official records. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ ഒഫീഷ്യൽസ് ആണ് ഈ സർവേ ഒക്കെ നടത്തുക. അതുകൊണ്ട് തന്നെ ആ റെക്കോർഡുകൾ എപ്പോഴും ഒഫീഷ്യൽ റെക്കോർഡുകളായിട്ടാണ് ഇരിക്കുക. They tell us what the officials thought, what they were interested in, and what they wished to preserve for posterity. These records do not always help us understand what other people in the country felt and what lay behind their actions. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒഫീഷ്യൽസിൻ്റെതായിട്ടുള്ള റെക്കോർഡുകളൊക്കെ നോക്കുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അവർക്ക് ഭാവി തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവരുടെ സർവേയിൽ ഉണ്ടായിരിക്കുക. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്താ പറയുക, സാധാരണയിലും താഴ്ന്ന ജീവിക്കുന്ന ആളുകളൊക്കെ ആവുമ്പോൾ അവർക്ക് നമ്മുടെ ഈ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും അവർ എത്തിയിട്ടുണ്ടായിരിക്കില്ല. അവരെക്കുറിച്ച് അറിയേണ്ടി ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു വിഭാഗം ഈ രാജ്യത്ത് ജീവിക്കേണ്ടതെന്ന് തന്നെ അറിയണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സർവേ നടത്തിയിട്ട് അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാവരെക്കുറിച്ചും നമുക്കറിയണം. ഈ ഒഫീഷ്യൽ റെക്കോർഡ് മാത്രം ഫോളോ ചെയ്താൽ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചുറ്റുമുള്ളവരെ കുറിച്ച് അറിയാൻ ശ്രമിക്കണം. ചുറ്റും എത്ര തരം ആളുകളല്ലേ ഉള്ളത്,
ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ സർവേയിൽ പറഞ്ഞിട്ടുള്ള ആളുകൾ മാത്രമാണോ നമുക്ക് ചുറ്റുമുള്ളത്? അല്ല. അപ്പോൾ അതിൽ ഒരു വേർഡ് കിടക്കുന്നുണ്ട്, POSTERITY. പോസ്റ്ററിറ്റി മീൻസ് നമ്മൾ പറയുന്നത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട്, ഭാവി തലമുറ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അതൊന്ന് മാർക്ക് ചെയ്യുക, മക്കൾ വേണമെങ്കിലും ഒന്ന് എഴുതി വെച്ചോളൂ. അപ്പോൾ ഈ റെക്കോർഡ്സൊക്കെ എല്ലായ്പ്പോഴും സാധാരണ ആളുകളെ കുറിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഏറ്റവും ലോ ലെവലിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് മനസ്സിലാക്കാനോ ഈ ഒഫീഷ്യൽ റെക്കോർഡ് നമ്മളെ സഹായിക്കില്ല. അടുത്ത പാരഗ്രാഫ്, For that, we need to look elsewhere. When we begin to search for these other sources, we find them in plenty. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. Though they are more difficult to get than official records, we have diaries of peoples, accounts of pilgrims and travelers, autobiographies of important personalities, and popular booklets that were sold in the local bazaars. As printing spread, newspapers were published and issues were debated in public. Leaders and reformers wrote to spread their ideas. Poets and novelists wrote to express their feelings. അപ്പോൾ ഈ പാരഗ്രാഫിനകത്ത് എന്താ പറയുന്നത് വെച്ചാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ അവരിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരുടെ ഡയറികൾ, പഴയ ഡയറികൾ, അതുപോലെ തന്നെ അവരെക്കുറിച്ചുള്ള ഓട്ടോബയോഗ്രഫികൾ, അതുപോലെ ഈ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന അവരുടെ ചെറിയ ചെറിയ ബുക്കുകൾ കണ്ടിട്ടില്ലേ, അവർ എഴുതിയിട്ടുള്ള ബുക്കുകൾ, അങ്ങനെയുള്ള ബുക്കുകളൊക്കെ വായിക്കുമ്പോഴാണ് ഇത്തരം ആളുകളും നമ്മുടെ സൊസൈറ്റിയിൽ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കാം. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ അന്നത്തെ കാലത്ത് ഇതിൽ നമ്മൾ കാലിഗ്രഫിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, പ്രിൻറ്റിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ അവരുടെ റെക്കോർഡ്സൊക്കെ, അവരുടെ വില പിടിച്ച റെക്കോർഡുകളൊക്കെ അവർ കൈയെഴുത്തിൽ, അതായത് കൈകൊണ്ട് എഴുതിയിട്ടുള്ള ഇതിൽ അവർ സൂക്ഷിച്ചു വെച്ചത്. അതൊക്കെ ഒറ്റ കോപ്പികൾ തന്നെ ഉണ്ടാവുള്ളൂ, കാരണം പ്രിൻ്റ് ഒന്നും ഇല്ലല്ലോ ഒന്ന്. പക്ഷേ പ്രിൻറ്റിംഗ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോഴോ ഇഷ്ടം പോലെ ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും, ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകളിലേക്ക് എത്തിക്കാനും നമുക്ക് എളുപ്പമായി എന്നാണ് പറയുന്നത്. All these sources, however, were produced by those who were literate. From these, we will not be able to understand how history was experienced and lived by the tribals and peasants. The workers in the mines or the poor on the streets, getting to know their lives is a more difficult task. അപ്പോൾ ഇങ്ങനെ ആളുകളൊക്കെ വളരെയധികം പഠിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാവാനൊക്കെ തുടങ്ങി. അപ്പോഴും എന്താണ് അവിടെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെസൻസ്, അതായത് നമ്മുടെ കർഷകർ, അതുപോലെ ഈ മൈൻ അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, മൈൻ എന്താണെന്നറിയാലോ അല്ലേ, ഖനനം നടത്തിയിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അവരൊന്നും അത്രയ്ക്ക് വലിയ ഒരു എഴുത്തും വായനയും കാര്യങ്ങളും അറിയുന്ന ആളുകളല്ല. അവരുടെ പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ പൊതുജനങ്ങളിലേക്ക് എത്താറുമില്ല. നമ്മളെപ്പോഴും അറിയുന്ന കാര്യങ്ങൾ എന്താണ്, ആരാണോ അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത്, അത് മാത്രമേ നമ്മൾ അറിയാറുള്ളൂ. പക്ഷേ ഈ പാവപ്പെട്ട ആളുകൾ, അതുപോലെ ട്രൈബൽസ്, ആദിവാസികളുടെ പ്രശ്നങ്ങളൊന്നും നമ്മൾ അന്വേഷിക്കാറേ ഇല്ല. ദിവസം പ്രതി നമ്മൾ പേപ്പറിൽ കാണുന്നതാണ് അല്ലേ, അവർക്ക് അവിടെ ജീവിക്കാൻ വയ്യ, വന്യമൃഗങ്ങൾ ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കുന്നു, അതുപോലെ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളായിട്ട് അവർ ബുദ്ധിമുട്ടുന്നു. ഇത്രയൊക്കെയും നമ്മൾ നമ്മുടെ കേരളം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇത്രയ്ക്കൊക്കെയും മുന്നിലേക്ക് പോകുമ്പോഴും അവരിൽ വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും എഴുത്തും വായനയും അറിയാത്ത ആളുകളുണ്ട്. ഇതൊന്നും നമ്മൾ അറിയണേ ഇല്ല. അത് എന്തുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്? അവരുടെ ഫീലിങ്സ് ഒന്നും നമ്മളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു സോഴ്സ് അവർക്കില്ല. ഓക്കെ, ലാസ്റ്റ് ലൈനിലേക്ക് നമ്മൾ പോവാണ്. Yet this can be done if you make a little bit of effort. When you read this book, you will see how this can be done. ഈ ബുക്ക് നമ്മളിങ്ങനെ കൂടുതൽ ചാപ്റ്ററുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ, ഇപ്പോൾ ടീച്ചർ നേരത്തെ പറഞ്ഞ വിഭാഗം ആളുകളെ കുറിച്ചൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന് ചെയ്യാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ സൈഡിലൊരു സോഴ്സ് 2 പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടു? അത് നോട്ട് ഫിറ്റ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. അത് എന്നാണ് ആ ന്യൂസ് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഹിന്ദുസ്ഥാൻ ടൈംസ് എന്നുള്ള പേപ്പറിൽ 1946 മാർച്ച് 22 വന്നിട്ടുള്ള ഒരു ന്യൂസാണത്. ആ ന്യൂസിനകത്ത് എന്താ പറയുന്നത് നോക്കൂ. ന്യൂസ് പേപ്പേഴ്സ് പ്രൊവൈഡ് അക്കൗണ്ട്സ് ഓഫ് ദ മൂവ്മെന്റ്സ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ഹിയർ ഈസ് എ റിപ്പോർട്ട് ഓഫ് എ പോലീസ് സ്ട്രൈക്ക് ഇൻ 1946. അപ്പോൾ നമ്മുടെ ഹിന്ദുസ്ഥാൻ ഇതിൽ വന്നിട്ടുള്ള പേപ്പറിൽ വന്നിട്ടുള്ള, ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ് അത്. അവിടെ എന്താണ് പ്രശ്നം ഉണ്ടായത് വെച്ചാൽ, പോലീസുകാരുടെ ഒരു സ്ട്രൈക്ക് 1946 ഉള്ളൊരു കാര്യമാണത്. മോർ ദാൻ 2000 policemen in Delhi refused to take their food on Thursday morning as a protest against their low
salaries and the bad quality of food supplied to them from the police lines kitchens. ഇവർ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2000-ൽ കൂടുതൽ പോലീസുകാർ, ഡൽഹിയിലുള്ള ഉണ്ടായ സംഭവമാണ് കേട്ടോ. അപ്പോൾ 2000-ൽ കൂടുതൽ പോലീസുകാർ അവർ ഒരു തേഴ്സ്ഡേ ബ്രേക്ക്ഫാസ്റ്റ് അവരങ്ങോട്ട് ഉപേക്ഷിച്ചു. കാരണം എന്താണെന്നറിയോ അവർ പറയണത്, അവർക്ക് ലോ സാലറിയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ കൊള്ളാവുന്ന ഫുഡൊന്നും അല്ല അവിടെ കൊടുക്കണത്. അവർ ഒരുപാട് സഹിച്ചു, കുറേ കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തു നോക്കി, പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. അവസാനം അവരൊരു വലിയ സ്ട്രൈക്കിന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. എന്നാണ് അത് ഉണ്ടായത് നോക്കൂ, 1946. എത്ര പോലീസുകാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്? മോർ ദാൻ 2000 പോലീസ്മെൻ എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്ത പാരഗ്രാഫ് നോക്കൂ. ആസ് ദ ന്യൂസ് സ്പ്രെഡ് ടു ദ അതർ പോലീസ് സ്റ്റേഷൻസ് ദ മെൻ ഓൾസോ റെഫ്യൂസ്ഡ് ടു ടേക്ക് ഫുഡ്. വൺ ഓഫ് ദ strikers said, the food supply to us from the police line kitchens is not fit for human consumption. Even cattle would not eat the chapatis and dal which we had to eat. അവരെന്താണ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ പിന്നെ പ്രിൻറ്റിംഗ് ഒക്കെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ്, രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ അന്നുണ്ട്. അപ്പോൾ അവരെന്താണ് രാജ്യം മുഴുവൻ അറിയാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് കിട്ടുന്ന ഫുഡ്, അതായത് ചപ്പാത്തി ദാലാണ് അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത്, അത് കന്നുകാലികൾ പോലും ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു ഫുഡാണ്. അത്ര മോശമായിട്ടുള്ള ഒരു ഫുഡാണ് അവർക്ക് കൊടുക്കുന്നത്. അത് മാത്രമല്ല ഞങ്ങൾക്ക് ലോ സാലറിയാണ്. അപ്പോൾ ഇങ്ങനൊരു കാര്യം ലോകം മുഴുവൻ അങ്ങോട്ട് സ്പ്രെഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും അങ്ങോട്ട് സ്പ്രെഡ് ആകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക? അവിടെ ബാക്കിയുള്ള പോലീസുകാരൊക്കെ കൂടെ ഇവർക്ക് സപ്പോർട്ടായിട്ട് വരും അല്ലേ? അതുകൊണ്ട് തന്നെയാണ് അവരങ്ങനെ പേപ്പറിൽ കൊടുത്തതും ന്യൂസ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ ഫസ്റ്റ് ലെസൺ അവസാനിക്കുകയാണ്. ടീച്ചർ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേതെങ്കിലും വലിയ ക്വസ്റ്റ്യനാണ് മനസ്സിലാവണില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ ചോദിക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലും താഴെ തന്നിട്ടുള്ള ആ മെയിൽ ID കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ ആൻസർ ചെയ്യാം. പിന്നെ ഈ 8th മാത്രമല്ല 9th-ൻ്റെയും 10th-ൻ്റെയും ഹിസ്റ്ററിയും ഹിന്ദിയും ഒക്കെ ആയിട്ട്, ഇംഗ്ലീഷും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവരും വീട്ടിൽ നല്ല സേഫായിട്ടിരിക്കും കേട്ടോ.